അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ആരാണ് മർദ്ദിച്ചത്, എന്താണ് മർദ്ദിക്കാനുള്ള കാരണം, ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? ഒരു പുകമറ പോലെയായിരുന്നു. ഇപ്പൊ എന്താണെന്ന് നോക്കാൻ പറ്റുന്നതിന് മുമ്പ് അവന്മാരെന്നെ വളഞ്ഞിട്ട് തല്ലോട് തല്ലായിരുന്നു. വളരെ സാധാരണക്കാരായ ആളുകളാണ് ഇവിടെ രോഗികളായിട്ട് വരുന്നത്. അവരുടെ വേദന എൻ്റെ പോലെ തന്നെ എടുത്തുകൊണ്ട് വളരെ നമ്മുടെ കുടുംബക്കാരെ പോലെ അവരോട് പെരുമാറിയിട്ട് ഡോക്ടറിനൊക്കെ അറിയാം, മണ്ടു ഡോക്ടറിനൊക്കെ അറിയാം. നമ്മൾ അവരോട് മാന്യമായിട്ടാണ് പെരുമാറുന്നത്. കഴിഞ്ഞ ആനുവൽ ഡേയിൽ ഏറ്റവും നല്ല സ്വഭാവത്തിനുള്ള അവാർഡ് എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഒരു തൊഴിലാളിയും കൂടിയാണ് ഞാൻ. എന്നെയാണ് കൊലവാക്കിയേക്കുന്നത്. ഈ മർദ്ദിച്ച ആളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും? എനിക്കങ്ങോട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇന്നിപ്പോ ഉണ്ടായത് രാവിലെ സാധാരണ ഉള്ള പോലെ കാഷ്വാലിറ്റിയിൽ നല്ല തിരക്കായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പൊ ഈ ഒരാള് കാലില് മുറിവെന്നും പറഞ്ഞ് വന്ന് അവര് രണ്ടുപേരുണ്ടായി. ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് വിട്ട്. അത് കഴിഞ്ഞപ്പോ ഭയങ്കര നിലവിളിയാ കേൾക്കണം. ഞാൻ ചെല്ലുമ്പോ ഇവര് രണ്ടുപേരും കൂടി ഡോക്ടറെ മർദ്ദിക്കുകയാണ്. ഞാൻ പിന്നെ എന്റെ സർവ്വശക്തിയും എടുത്ത് ഡോക്ടറെ സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഞാൻ അവരെ നേരിടുകയും ചെയ്തു. പക്ഷെ ആയുധം മാരകായുധങ്ങളുണ്ടായി കയ്യിലുണ്ടായി. ഭയങ്കര മർദ്ദനം. ഞാൻ എന്റെ ശക്തി ഉപയോഗിച്ച് പിടിച്ചിരുന്നെങ്കിലും പക്ഷെ ആള് കൂടി അങ്ങനെ എന്നെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. എന്റെ ഓർമ്മ ഒരു തലേക്കെട്ടൊക്കെ കെട്ടിയിട്ട് താടിയുള്ള ഒരു ജുബിട്ട ഒരാളാണ്. അതല്ല കോയനല്ലോ, മന്മഥനല്ലേ കൂട്ടാവുന്നത്. അവരുടെ പേര് പറഞ്ഞിട്ട് വേണം എന്നെ കൊല്ലാൻ. തലേക്കെട്ട് കെട്ടിയിട്ട ആളാണ്. ആ പന്നിയാണ് എന്റെ ചെവി കടിച്ചുകൊണ്ടുപോയത്. പകുതി കടിച്ചുകൊണ്ടുപോയി. കൈ വിരിച്ചു കളഞ്ഞ്. പിന്നെ നമ്മളെങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് ജോലി ചെയ്യും. താങ്കളും ഈ മർദ്ദനത്തിന് ഇരയായ ആളാണ്? അവന് ഓടിക്കളഞ്ഞ്. ഞാൻ ഓടിയല്ലോ ഫസ്റ്റ് തന്നെ. വലിയ ബുദ്ധിമുട്ടായിട്ടാ. ആംബുലൻസ് ഡ്രൈവർ ആണല്ലേ? അടി വന്നപ്പോ തന്നെ ഓടിക്കളഞ്ഞു. ഇന്നീ സമരം സൂചന മാത്രം, നാളീ സമരം ആളെയും പാടും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ ക്രൂരമായ മർദ്ദനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കോയ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ചെവിയുടെ കഷ്ണം ഇരിപ്പുണ്ട് തന്നെ വായിലുണ്ട്. ഇദ്ദേഹത്തിന്റെ ചെവി കടിച്ചു പറിച്ചു. അതായത് വളരെ അക്രമം അഴിച്ചുവിടുന്ന രീതിയിൽ കോയ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ക്രൂരമായ ഒരു മർദ്ദനമാണ് ഇവിടെ അഴിച്ചുവിട്ടത്. അതിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ രോഗികളും അതുപോലെ ഇവിടെ ചികിത്സയ്ക്ക് എത്തിയിരിക്കുന്നവരെല്ലാവരും വളരെ ശക്തമായ സൂചന മാത്രം, നാളീ സമരം ആളിപ്പടരും. എന്ത് കഴിവുകേടാണ് ഈ പറയണത്? സമരം ഇന്ന് മാത്രമേ ഉള്ളൂ, നാളെ സമരമില്ല. ഇന്നീ സമര സൂചന മാത്രം, വൈകുന്നേരത്തുള്ളിൽ ആളിപ്പടരും. പ്രതിഷേധ സമരം ജിന്ദാബാദ്. സാമൂഹ്യ വിരുദ്ധരുടെ അറസ്റ്റ് ചെയ്യുക.